ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഭീതിപ്പെടുത്തുന്നതും അത്ഭുതകരവുമായ നിഗൂഢതകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഏകദേശം 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനത്തിന് ഇന്ത്യയുടെ പകുതിയോളം വലിപ്പമുണ്ട്. 55 ദശലക്ഷം വർഷം പഴക്കമുള്ള ഈ വനത്തിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ ഒഴുകുന്നത്. സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ശുദ്ധജലത്തിന്റെ 20% ഈ ഒറ്റ നദിയിൽ നിന്നാണ് വരുന്നത്. ആമസോണിനെ 4 പാളികളായി തിരിക്കാം: എമർജന്റ് ലെയർ, കാനോപ്പി ലെയർ, അണ്ടർ സ്റ്റോറി ലെയർ, ഫോറസ്റ്റ് ഫ്ലോർ. എമർജന്റ് ലെയർ 60 മീറ്റർ വരെ ഉയരമുള്ള ഭീമൻ മരങ്ങളുള്ള പാളിയാണിത്. കാനോപ്പി ലെയർ വനത്തിലെ 70% ജീവജാലങ്ങളും വസിക്കുന്ന പച്ചപ്പിന്റെ കുട എന്നറിയപ്പെടുന്ന പാളിയാണിത്. അണ്ടർ സ്റ്റോറി ലെയർ സൂര്യപ്രകാശം കുറഞ്ഞ ഭാഗം ഇരുണ്ട പാളിയാണിത്. ഫോറസ്റ്റ് ഫ്ലോർ ഇരുണ്ടതും പോഷകസമ്പന്നവുമായ താഴത്തെ തട്ടാണിത്. ഇവിടെ ഓരോ 2 ദിവസത്തിലും പുതിയൊരു ജീവിവർഗം കണ്ടെത്തപ്പെടുന്നു. ജാഗ്വാർ, അനാക്കോണ്ട, പിങ്ക് ഡോൾഫിൻ, വിഷമുള്ള ഡാർട്ട് തവളകൾ എന്നിങ്ങനെ ലോകത്തു മറ്റെങ്ങും കാണാത്ത വിസ്മയങ്ങൾ ഇവിടെയുണ്ട്. ഈ പാളികളിലെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടനവധി വന്യജീവി ലോകമുണ്ട്. ഇനി അവ നമുക്ക് നോക്കിയാലോ? മനുഷ്യർ ഇന്നേവരെ കാണാത്തതും കണ്ടുപിടിക്കാത്തതുമായ ഒട്ടനവധി വ്യത്യസ്തമായ വന്യജീവികൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഇതിൽ മനുഷ്യർ കണ്ടെത്തിയ ചില വന്യജീവികൾ: പിങ്ക് റിവർ ഡോൾഫിൻ, ആമസോൺ നദിയിലെ ഏറ്റവും വിചിത്രമായ കാഴ്ച. ജനിക്കുമ്പോൾ ചാരനിറമാണെങ്കിലും വളരുമ്പോൾ ഇവയ്ക്ക് പിങ്ക് നിറം ലഭിക്കുന്നു. ആമസോണിലെ ആദിവാസികൾക്കിടയിൽ ഇവയെക്കുറിച്ച് ഒട്ടനവധി നാടോടി കഥകളുണ്ട്. ബ്ലാക്ക് കെയ്മൻ, ആമസോൺ നദിയിലെ മുതല. ലോകത്തിലെ ഏറ്റവും വലിയ ഈ മുതലവർഗം ആമസോണിലെ എന്തിനേയും ഭക്ഷിക്കാൻ ശേഷിയുള്ളവരാണ്. നദിയിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. പോയിസൺ ഡാർട്ട് ഫ്രോഗ് കാണാൻ വളരെ മനോഹരമാണെങ്കിലും ഇവ അതിമാരകമായ വിഷമുള്ളവയാണ്. ഇവയുടെ ചർമ്മത്തിലെ ഒരു ചെറിയ സ്പർശനം പോലും മരണം സംഭവിക്കാൻ കാരണമായേക്കാം. പണ്ടുകാലത്ത് ആദിവാസികൾ അവരുടെ അമ്പുകളുടെ അറ്റത്ത് ഈ തവളകളുടെ വിഷം പുരട്ടി വേട്ടയാടിയിരുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് ലഭിച്ചത്. സ്ലോത്ത് ലോകത്തിലെ ഏറ്റവും മടിയൻ ജീവി. ഒരു ദിവസത്തിന്റെ പകുതിയിലധികവും ഇവർ മരക്കൊമ്പുകളിൽ ഉറങ്ങിക്കഴിയും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇവർ മണ്ണിലേക്ക് ഇറങ്ങുന്നത്. ഇവയുടെ ശരീരത്തിൽ പായലുകൾ വരെ വളരാറുണ്ട്. ജാഗ്വാർ ആമസോണിലെ ഏറ്റവും കരുത്തനായ വേട്ടക്കാരൻ. കരയിൽ മാത്രമല്ല, വെള്ളത്തിലും വേട്ടയാടാൻ മിടുക്കന്മാരാണിവർ. മറ്റ് പൂച്ചവർഗ്ഗങ്ങളെ പോലെയല്ല, ജാഗ്വാറുകൾക്ക് നീന്തുന്നത് വലിയ ഇഷ്ടമാണ്. ഗ്രീൻ അനാക്കോണ്ട ദ ജയന്റ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പാമ്പ്. 20 അടിയോളം നീളവും 250 കിലോയോളം ഭാരവും ഇവയ്ക്കുണ്ടാകും. വിഷമില്ലെങ്കിലും ഇരയെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഇവ കൊല്ലുന്നത്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന് വലിയ കന്നുകകാലികളെ വരെ ഇവ വേട്ടയാടാറുണ്ട്. ആമസോണിനെ ഭൂമിയുടെ മഴ നിർമ്മാണശാല എന്ന് വിളിക്കാം. ഇവിടുത്തെ കോടിക്കണക്കിന് മരങ്ങൾ പുറത്തുവിടുന്ന നീരാവി അന്തരീക്ഷത്തിൽ വലിയ നദികൾ പോലെ ഒഴുകി നടക്കുന്നു. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ ഫ്ലൈയിങ് റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവയാണ് ദക്ഷിണ അമേരിക്കയിലെ മഴയെ നിയന്ത്രിക്കുന്നത്. കൂടാതെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക മരുന്നുകളുടെ 25% ഇവിടുത്തെ സസ്യങ്ങളിൽ നിന്നുള്ളതാണ്. അതായത് ആമസോൺ നശിച്ചാൽ നാളെയുടെ ചികിത്സകൾ കൂടിയാണ് ഇല്ലാതാകുന്നത്. നിങ്ങൾക്ക് ആമസോൺ മഴക്കാടുകളെക്കുറിച്ച് ഇനിയും അറിയണമെങ്കിൽ കമന്റ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കൂടെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നന്ദി.